CPM വെറുതെയിരിക്കുന്ന മട്ടില്ല. മന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി KSU പ്രവർത്തകനായ വിദ്യാർത്ഥിയുടെ വീടിന് നേരെ ഇപ്പോൾ ബോംബെറിഞ്ഞിരിക്കുകയാണ് CPM. വീണ ജോർജിനെ ആക്രമിച്ചതിന്റെ ഒരു തെളിവ് പോലും ഹാജരാക്കുവാൻ CPMന് സാധിച്ചിട്ടില്ല. എന്നിട്ടും സംസ്ഥാനത്ത് CPM ആക്രമം അഴിച്ചുവിടുകയാണെന്ന് ആരോപിക്കുന്നുണ്ട് ഷാഫി പറമ്പിൽ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെ കരിങ്കൊടി കാട്ടി പ്രതിഷേധിച്ച KSU നേതാവ് ബിദുൽ ബാലന്റെ വീടിനു നേരെയാണ് ബോംബെറിഞ്ഞത്. കോഴിക്കോട് തിരുവള്ളൂരിലെ വീടിനു നേരെ വെള്ളിയാഴ്ച പുലർച്ചെ 2:37ഓടെയാണ് ആക്രമണമുണ്ടായത്. കരിങ്കൊടി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ബിദുൽ നിലവിൽ കണ്ണൂർ സബ് ജയിലിൽ റിമാൻഡിലാണ്. അക്രമികൾ സ്ഫോടക വസ്തു എറിയുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുമുണ്ട്. ഇതോടെയാണ് ഷാഫി പറമ്പിലും കോൺഗ്രസും ശക്തമായി പ്രതിഷേധിച്ച് രംഗത്ത് വന്നത്. തെളിവിന്റെ ഒരു കണിക പോലും നിലവിൽ ലഭിച്ചിട്ടില്ല. എന്നിട്ടും CPM അക്രമം അഴിച്ചുവിട്ടാൽ ശക്തമായി പ്രതിരോധിക്കുമെന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. നിങ്ങളുടെ പക്കലുള്ള ദൃശ്യങ്ങൾ ഹാജരാക്കൂ, എന്നിട്ട് പ്രതികളെ പിടികൂടി അകത്താക്കൂ. അതിനുമപ്പുറം ഒരു കേസ് കെട്ടിച്ചമച്ച് പാവപ്പെട്ട വിദ്യാർത്ഥികളെയും കുടുംബത്തെയും അതിക്രമിക്കുന്ന CPM നിലപാടിൽ MV ഗോവിന്ദൻ ഉത്തരവാദിത്തം ഏൽക്കണമെന്നും ഷാഫി പറമ്പിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഷാഫിയുടെ വാക്കുകൾ കേൾക്കാം. ശേഷം ഉയർന്ന ബോധോദയത്തിന്റെ ഭാഗമായി തിരിച്ച് ആശുപത്രിവാസം സ്വയം തീരുമാനിച്ച് ICUവിലാക്കി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ സന്ദർശനം നടത്തി വധിക്കാൻ ശ്രമിച്ചുവെന്ന് പാർട്ടി നേതാക്കന്മാരെ കൊണ്ട് പത്രസമ്മേളനം നടത്തി കഴുത്തു പിടിച്ച് തിരിച്ചു, കൈ പിടിച്ച് ഒടിച്ചു, തിരിച്ചു എന്നൊക്കെ പാർട്ടി സെക്രട്ടറി തന്നെ നേരിട്ട് പത്രസമ്മേളനം നടത്തുന്ന കള്ളപ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ മനുഷ്യരുടെ യഥാർത്ഥ വേദന അത് തിരിച്ചറിയാൻ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിക്ക് കഴിയുന്നുണ്ടോ? ഇനിയെങ്കിലും അത് അംഗീകരിക്കാൻ തയ്യാറാവണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടൊരു ചോദ്യം. ഇവിടെ ഇതാ തോടന്നൂരിൽ ഒരു KSU നേതാവിന്റെ ഒരു ജനാധിപത്യ പ്രതിഷേധം നടത്തിയതിന്റെ പേരിൽ ഒരു KSU നേതാവിന്റെ വീട്ടിലേക്ക് ഉഗ്ര സ്ഫോടന ശേഷിയുള്ള ബോംബെറിഞ്ഞ് അപകടമുണ്ടാക്കാൻ ശ്രമിച്ചവരെ ചോറുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ന്യായമായും അതിന്റെ പിന്നിൽ CPM തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. എറിഞ്ഞത് ആരാണെന്നുള്ളതിന്റെ സൂചനകൾ പോലീസിനോട് ഈ കുടുംബവും പറഞ്ഞിട്ടുണ്ട്. ഇതും രക്ഷാപ്രവർത്തന ദൗത്യത്തിന്റെ പട്ടികയിൽ വരുമോ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി മറുപടി പറയണം. ഈ അക്രമങ്ങൾക്ക് മുഴുവൻ പ്രോത്സാഹനം കൊടുക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളുമായി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പദവിയിലിരുന്ന് താങ്കൾ കൊടുത്ത പ്രോത്സാഹനമല്ലേ ഈ പരമ്പരകൾക്ക് കാരണമായി തീരുന്നത്? നിങ്ങളുടെ പോലീസിന്റെ പാർട്ടി ഇടപെടൽ മൂലമുള്ള പാർട്ടി നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് മാത്രമുള്ള അവരുടെ വീഴ്ചകളുടെ പേരിലല്ലേ ഇത് നിരന്തരം ആവർത്തിക്കപ്പെടുന്നത്? നിങ്ങൾ കാണണം, ഫേസ്ബുക്കിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് വിദുൽ ബാലൻ എന്ന KSU നേതാവിനെതിരായിട്ട് വടകര സഖാക്കളും ഇവിടുത്തെ സഖാക്കളും ഒക്കെ കൂടി ഇടുന്ന പോസ്റ്റ് അഡ്വാൻസ് ആദരാഞ്ജലികളാണ് ഇടുന്നത്. അഡ്വാൻസ് ആദരാഞ്ജലികൾ എന്തിനാ? ഒരു കരിങ്കൊടി പ്രതിഷേധം നടത്തിയതിന്റെ പേരില? മനുഷ്യരുടെ കൈയും ജീവനും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു വകുപ്പിന്റെ അനാസ്ഥക്കെതിരെ 2 മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരില അഡ്വാൻസ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന സഖാക്കന്മാർ. അവന്റെ കമന്റ് ബോക്സിൽ വന്ന് നീ തീർന്നു എന്ന് പറയുന്നവർ, നീ ജയിലിൽ നിന്ന് ഇറങ്ങിക്കോട്ടെ, നീ അവസാനിച്ചു എന്ന് പരസ്യമായി പച്ചക്ക് ഭീഷണിപ്പെടുത്തുന്ന ആളുകൾ ഒരു കരിങ്കൊടി പ്രതിഷേധത്തിന്റെ പേരില്ല. ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന ഒരാളുടെ നെഞ്ചിലും നെറ്റിയിലും കല്ലെറിഞ്ഞിട്ട് എത്ര പേർക്ക് അഡ്വാൻസ് ആദരാഞ്ജലികൾ കേരളത്തിൽ പൊതുസമൂഹം നേർന്നിട്ടുണ്ട്? എത്ര പേരുടെ വീട്ടിൽ ബോംബെറിഞ്ഞിട്ടുണ്ട്? പരമ്പരകൾ എന്ന് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. എന്റെ കയ്യിലുള്ളത് ഒരു FIR ആണ്. പിണറായി വിജയന്റെ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR. അതിനകത്ത് പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. 8/6/2024 രാത്രി 12 മണി കഴിഞ്ഞ് 5 മിനിറ്റും കഴിഞ്ഞ് ബാലൻ എന്ന് പറയുന്ന ബാബു എന്ന് പറയുന്ന മുതുവീട്ടിൽ ബാബു എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന്റെ, മുതുവീട്ടിൽ വിഷ്ണു എന്ന് പറയുന്ന ഇപ്പോഴത്തെ പഞ്ചായത്ത് മെമ്പറിന്റെ വീട്ടിൽ നിങ്ങൾ ആലേക്ക് FIR പറയുന്നതാണ്
കരുവഞ്ചേരി എന്ന സ്ഥലത്തെ മുതുവീട്ടിൽ എന്ന വീട്ടിലേക്ക് ബൈക്കിലെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകരായ 1 മുതൽ 2 കൂടിയ പ്രതികൾ വീട്ടുമുറ്റത്തേക്ക് അതിക്രമിച്ചു കയറി കൈവശം വെച്ച സ്ഫോടക വസ്തു വീടിന്റെ മുകൾ നിലയിലേക്ക് എറിഞ്ഞതിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത FIR. ചെറിയ കുട്ടിയടക്കം കിടന്നുറങ്ങുന്ന ഒരു വീട്ടിലേക്ക് രാത്രി 12 മണി കഴിഞ്ഞ് ബോംബെറിഞ്ഞതിന്റെ പേരിൽ ഈ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ ഇന്നേ വരെ ഒരു പ്രതിയെങ്കിലും അറസ്റ്റ് ചെയ്യാൻ പിണറായി വിജയന്റെ പോലീസ് ഇതുവരെ മെനക്കെട്ടിട്ടുണ്ടോ? ഒരാളെയെങ്കിലും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? 2, കക്കട്ടിൽ RMP നേതാവായിരുന്ന പൊക്കൻ എന്ന് പറയുന്ന സഖാവിന്റെ വീട്ടിലേക്ക് കുഞ്ഞു കുട്ടികളടക്കമുള്ള കുടുംബം വിറങ്ങലിച്ചു നിന്ന് പേടിച്ച് കട്ടിലിന്റെ അടിയിൽ ഒളിച്ചു നിൽക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്ന തരത്തിൽ സ്ഫോടക വസ്തു എറിഞ്ഞ് ചില്ലുകൾ തകർന്ന് അതിനകത്തേക്ക് പോയി വലിയ പ്രകമ്പനം സൃഷ്ടിച്ച ആളുറങ്ങുന്ന വീടുകളിലേക്കും മുറികളിലേക്കും എറിഞ്ഞിട്ട് ഒരാളെങ്കിലും അറസ്റ്റ് ചെയ്യാൻ, ഒരാൾക്കെതിരെങ്കിലും നിയമ നടപടി സ്വീകരിക്കാൻ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള പോലീസ് തയ്യാറായിട്ടുണ്ടോ? 3, മൊകേരിയിലെ വനിതാ ലീഗ് നേതാവ് സാജിദയുടെ വീട്ടിലേക്ക് ഇതുപോലെ ബോംബെറിഞ്ഞിട്ട് പാനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ഒരു നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായിട്ടുണ്ടോ? ഇപ്പൊ കോൺഗ്രസ്, ലീഗ്, RMP, UDF പ്രവർത്തകരുടെ വീടുകളിലേക്ക് നിരന്തരം ഇവിടെ ബോംബെറിഞ്ഞിട്ട് അതിൽ ഒരാളെയെങ്കിലും അറസ്റ്റ് ചെയ്യാതെ ആ ബോംബെറിഞ്ഞതിന് പിന്തുണയുമായി നിന്ന പോലീസിന്റെ, അതിന് നിർദ്ദേശം കൊടുത്ത CPM-ന്റെ, അതിന്റെ തലപ്പത്തിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കെടുകാര്യസ്ഥതയോടെയാണ് ഇപ്പൊ ഇതാ വീണ്ടും ഒരു വീട്ടിലേക്കും കൂടെ ബോംബെറിഞ്ഞിട്ട് ആളുകളെ അപായപ്പെടുത്താൻ CPM-ന്റെ ക്രിമിനലുകൾ ശ്രമിക്കുന്നത്. എന്താ ഈ പ്രദേശത്തെ പോലീസിന്റെ പണി? നിങ്ങൾക്കറിയാം പേരാമ്പ്രയിലെ ഇൻസിഡന്റ്. പോലീസിന്റെ പണി എന്താ? പോലീസ് CPM-ന്റെ അക്രമങ്ങളുടെ പോഷക സംഘടനയായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. DYFI-യും SFI-യും CIT-യും എന്നൊക്കെ പറയുന്ന പോലെയാണോ ഈ മേഖലയിലെ പോലീസിന്റെ ഉത്തരവാദിത്തം? നിങ്ങളിട്ട FIR ആണ്. ഇനി അത് പോട്ടെ, ഈ വിതുൽ എന്ന് പറയുന്ന KSU നേതാവ് ഇതിനു മുമ്പ് നേരിടേണ്ടി വന്ന അതിക്രമങ്ങളെ സംബന്ധിച്ച് പോലീസിന്റെ FIR നിങ്ങൾ കാണുക. 29/1/2025 രാത്രി 1:30 ഈ ഇരുട്ടിന്റെ സന്തതികളായ ക്രിമിനൽ സംഘങ്ങൾ നടത്തുന്ന അതിക്രമങ്ങൾ. രാത്രി 1:30 അന്യായക്കാരനും സുഹൃത്തുക്കളും ധർമ്മടാംശം പാലയാട് എന്ന സ്ഥലത്ത് വിനോദൻ എന്നയാളുടെ വീടിന്റെ 2ാം നിലയിൽ പേയിങ് ഗസ്റ്റായി താമസിച്ചു വരുന്ന മുറിയിലേക്ക് 8ഓളം വരുന്ന പ്രതികൾ കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ കരുതലോടും കൂടി മാരകായുധങ്ങളുമായി അതിക്രമിച്ചു കടന്ന് അന്യായക്കാരനെ ഇരുമ്പ് വടി കൊണ്ടും മരവടി കൊണ്ടും കൈക്കും കാലിനും അടിക്കുകയും പൽചക്രം കൊണ്ട് ഘടിപ്പിച്ച ഇരുമ്പ് വടി കൊണ്ട് തലക്കടിച്ചത് കൈകൊണ്ട് തടുത്തതിൽ കൈക്ക് പരിക്ക് പറ്റുകയും കൈകൊണ്ട് തടുത്തില്ലായിരുന്നെങ്കിൽ തലക്കടി കൊണ്ട് മരണം വരെ സംഭവിക്കുമായിരുന്നു എന്ന് പിണറായി വിജയന്റെ പോലീസ് ഇട്ട FIR-ൽ പറയുന്നത്. ഈ വീട്ടിലെ അതുൽ എന്ന് പറയുന്ന ഒരു KSU-കാരൻ, വിതുൽ ബാലൻ എന്ന് പറയുന്ന ഒരു KSU-കാരൻ മണ്ഡലം ഏതാണെന്ന് ഞാൻ പറയണോ? ഇനി പാർട്ടി സെക്രട്ടറിയോട് ചോദ്യം. ഇല്ലാത്ത അക്രമത്തിന്റെ പേരിൽ പാർട്ടി ഓഫീസുകൾക്ക് തീയിടുന്നു, പാർട്ടി ഓഫീസുകൾ തകർക്കുന്നു, സ്തൂപകൾ തകർക്കുന്നു. 3 മണിക്ക് നടന്ന ഇൻസിഡന്റിനെ സംബന്ധിച്ച് കേരളത്തിലെ CPM-ന്റെ സെക്രട്ടറി പത്രസമ്മേളനം നടത്തിയിട്ട് പറയാണ്, അവിടുന്ന് കിട്ടിയ വിവരം അനുസരിച്ച് കഴുത്തു പിടിച്ച് തിരിച്ചു. നിങ്ങളൊക്കെ സംപ്രേഷണം ചെയ്തല്ലേ, കൈകൾ പിടിച്ച് തിരിച്ചു. എവിടെയാണ് ഗോവിന്ദ മാഷെ? ഏതെങ്കിലും കേരളത്തിലെ കാഴ്ചയുള്ള ഒരാള് ആരോഗ്യമന്ത്രിയുടെ കഴുത്തു പിടിച്ച് തിരിക്കുന്നത് കണ്ടോ? കൈകൾ പിടിച്ച് തിരിക്കുന്നത് കണ്ടോ? ഞങ്ങൾ വേണ്ട, നിങ്ങൾ കണ്ടോ? പട്ടാപ്പകൽ അത്രയും ആളുകളുടെ മുമ്പിൽ നടന്നൊരു ഇൻസിഡന്റ് വീണ്ടും സമരക്കാരുടെ തലയിൽ വെക്കാൻ അവസാനം വീണ്ടും ഒരു കള്ള ദൃശ്യവുമായി വന്നു. ഇതാ കറുത്ത തുണിയും കൊണ്ട് സമരക്കാരൻ മന്ത്രിയുടെ കഴുത്തിനെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു കള്ളപ്രചരണം. അതും ഒന്നും കൂടെ വിശദീകരിച്ച് നോക്കിയപ്പോ അത് മന്ത്രിയുടെ ഗൺമാൻ.
കറുപ്പ് ഷർട്ടും തോളിലെ ബാഗിന്റെ വള്ളിയും ഉൾപ്പെടെയുള്ള മന്ത്രിയുടെ ഗൺമാൻ മന്ത്രിയുടെ കഴുത്തിന് പിടിച്ചിട്ടുണ്ടെങ്കിൽ KSUക്കാരന്റെ വീടിന് നേരെ ബോംബെറിയലല്ല വേണ്ടതെന്ന് CPMന്റെ പാർട്ടി സെക്രട്ടറി അണികളോട് പറയണം. ഇതിന്റെ പേരിൽ നടക്കുന്ന, സത്യം പറഞ്ഞാൽ കലാപാഹ്വാനത്തിന് ഗോവിന്ദ മാഷ്ക്കെതിരെ കേസെടുക്കണം. ഇതിന്റെ പേരിൽ നടക്കുന്ന മുഴുവൻ, ഇല്ലാത്തൊരു അക്രമത്തിന്റെ പേരിൽ നടക്കുന്ന മുഴുവൻ കലാപങ്ങൾക്കും ഗോവിന്ദ മാഷ് ഉൾപ്പെടെയുള്ള CPM നേതാക്കന്മാരാണ് ഉത്തരവാദികൾ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ തോൽവിയും ലോക്കൽ ബോഡി ഇലക്ഷന് ശേഷം നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് വരാത്തതിന്റെ നിരാശയും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും തുടർച്ചയായി ഉണ്ടാവുന്ന പരാജയം, ഭരണം നഷ്ടപ്പെടും എന്നുള്ള ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ എൻ്റെ അടുത്ത പോയിന്റ് CPMന്റെ പ്രവർത്തകരോടാണ് പറയുന്നത്. നിങ്ങൾക്ക് പോലും നിങ്ങളുടെ പാർട്ടിയോട് തോന്നിയ മടുപ്പിനെ, അതിനെ മറച്ചു പിടിക്കാൻ ഇല്ലാ കഥകളിറക്കി നിങ്ങളെ തെരുവിലിറക്കി അക്രമങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കുന്ന, പ്രകോപനം സൃഷ്ടിക്കുന്ന നിങ്ങളുടെ നേതൃത്വത്തെ തിരുത്താൻ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതുപോലെ പ്രവർത്തകർ തയ്യാറാവേണ്ട കാലമാണ്. CPM പ്രവർത്തകർ ഈ കള്ളത്തരം പറയുന്ന നേതാക്കന്മാരുടെ ഗുണ്ടകളാവാനില്ല എന്ന് ആർജവത്തോടെ പറയേണ്ട കാലമാണ്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം CPM സെക്രട്ടറിയോട് ചോദിക്കുന്നു. ഒരു കരിങ്കൊടി കാണിച്ചതിനാണെങ്കിൽ ഒരു ചെറുപ്പക്കാരന് നിങ്ങൾ അഡ്വാൻസ് ആദരാഞ്ജലികൾ നേരുന്നതെങ്കിൽ, 2 മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിലാണ്, ഒരു കറുത്ത തുണിയുമായി 2 മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിലാണ് വിതുൽ ബാലൻ എന്ന KSU പ്രവർത്തകനോട്, അതുൽ എന്ന KSU നേതാവിനോട് അഡ്വാൻസ് ആദരാഞ്ജലികൾ നിങ്ങൾ നേരുന്നതെങ്കിൽ, അതിന്റെ പേരിലാണ് ആ ചെറുപ്പക്കാരുടെ പ്രായമായ അച്ഛനും അമ്മയും കടന്നുറങ്ങുന്ന വീട്ടിലേക്ക് ബോംബെറിഞ്ഞ് അപായപ്പെടുത്താൻ ശ്രമിക്കുന്നെങ്കിൽ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു മനുഷ്യന്റെ നെഞ്ചിലും നെറ്റിയിലും കല്ലെറിഞ്ഞിട്ട് കേരളത്തിലെ ഏതെങ്കിലും CPM പ്രവർത്തകരുടെ വീട്ടിൽ ആരെങ്കിലും ബോംബെറിഞ്ഞോ? ആരെങ്കിലും ബോംബെറിഞ്ഞോ? ഇനി അടുത്തത് പാർട്ടിയോട് തന്നെ ചോദിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടക്ക് പാനൂരിലെ ഷെറിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ചു. ബോംബ് നിർമ്മിക്കുന്നതിനിടയ്ക്ക് അത് പൊട്ടിത്തെറിച്ചിട്ട് മരിച്ചു. പാർട്ടിക്ക് ഒരു പങ്കുമില്ല എന്ന് അന്ന് പ്രസംഗിച്ചവർ, സ്ഥാനാർത്ഥിയുടെ കൂടെയുള്ള ഫോട്ടോ ചൂണ്ടിക്കാണിച്ചിട്ട് ഞങ്ങൾ ആരും ബന്ധം ആരോപിച്ചിട്ടില്ല. പക്ഷേ ആരൊക്കെയാണ് ഫോട്ടോ എടുക്കുന്ന അറിയില്ല, അത് പാർട്ടിയായിട്ട് ഒരു ബന്ധമില്ലാത്ത ആള് എന്ന് അന്ന് പ്രസംഗിച്ച ആളുകൾ. ഈ ഗോവിന്ദ മാഷ് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ പാർട്ടിയുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ബോംബ് നിർമ്മിക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ച ആ ഷെറിന്റെ അനുസ്മരണം കഴിഞ്ഞ ദിവസം CPMന്റെ അവിടുത്തെ പ്രാദേശിക ഘടകം നേരിട്ട് നടത്തിയില്ലേ? എങ്ങനെ പിന്നെ പാർട്ടിയുമായിട്ടൊരു ബന്ധം വന്നത്? നിങ്ങൾക്ക് ഏതെങ്കിലും UDF പ്രവർത്തകരോട് പക തോന്നുമ്പോ ആവശ്യത്തിന് എടുത്തുപയോഗിക്കാൻ എവിടെയാണ് ഈ ബോംബിന്റെ നിർമ്മാണം നടക്കുന്നത്? എവിടെയാണ് ഇത് സ്റ്റോക്ക് ചെയ്യുന്നത്? എന്താണ് കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് അത് കണ്ടെത്താൻ കഴിയാതെ പോകുന്നത്? എന്താണ് നടപടികൾ എടുക്കാത്തത്? ബോംബ് പൊട്ടി ഒരാൾ മരിച്ചിട്ട് പോലും എന്താ നടപടി എടുക്കാത്തത്? ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഇലക്ഷൻ അഴിയൂരിൽ കഴിഞ്ഞപ്പോ അറിയാതെ വോട്ടൊന്ന് മാറിപ്പോയ LDFലെ തന്നെ ഒരു പാർട്ടി അംഗത്തിന്റെ വീട് തല്ലി തകർത്ത് അവിടെ സ്റ്റീൽ ബോംബ് കൊണ്ടുവച്ച കേസിൽ എത്ര പ്രതികളെ പിണറായി വിജയന്റെ പോലീസ് അറസ്റ്റ് ചെയ്തു? വീട് ആക്രമിച്ച് അവിടെ സ്റ്റീൽ ബോംബ് കൊണ്ടുവച്ച കേസിൽ എത്ര പ്രതികളെ അറസ്റ്റ് ചെയ്തു? CPM ക്രിമിനലുകൾ ബോംബെറിഞ്ഞാൽ പോലും വിരലനക്കാത്തൊരു പോലീസ് സംവിധാനം ഈ നാടിന്റെ സമാധാനത്തെ, സ്വസ്ഥതയെ കെടുത്തുമ്പോൾ എൻ്റെ അവസാനത്തെ അഭ്യർത്ഥന കേരളത്തിലെ ജനങ്ങളോടാണ്, ഈ കെടുതിയെ ഇനി നമുക്ക് തുടരാൻ അനുവദിച്ചുകൂടാ എന്നുള്ള തീരുമാനം നിങ്ങൾ എടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുക. നാടിന്റെ സമാധാനത്തെ കെടുത്തുകയാണത്. ഏറ്റവും ഒടുവിൽ ഞങ്ങളുടെയൊക്കെ മേലെ വല്ലാതെ കെട്ടിവെച്ച് അടച്ചാക്ഷേപിച്ച, ഈ നാടിനെ തമ്മിൽ തല്ലിക്കാൻ ഇറക്കിയ കാഫിർ സ്ക്രീൻഷോട്ടിലെ പ്രതികളെ എന്താ കേരളത്തിന്റെ പോലീസ് കണ്ടെത്താത്തത്? എന്തേ അന്വേഷണം DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റിൽ ചെന്ന് നിന്നത്? ക്രിമിനൽ സംഘങ്ങളെ അഴിഞ്ഞാടാൻ വിട്ടിരിക്കുകയാണ് പാർട്ടിയും പോലീസും. അതിന്റെ തലപ്പത്തിരിക്കുന്ന ആള് പറയുന്നു, മനസ്സിൽ, ചില ഇന്റർവ്യൂവിൽ പറയുന്നു, മനസ്സിൽ സന്യാസമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞതായിട്ട് എവിടെയൊക്കെ വായിച്ചു.
ഈ നാട്ടിലെ നിയമവ്യവസ്ഥയോട് ഒരു തരിയെങ്കിലും കൂറുണ്ടോ? മനുഷ്യത്വം എന്ന് പറയുന്ന വാക്കിനോട് എന്തെങ്കിലും അർത്ഥം കൽപ്പിക്കാൻ ഈ ഭരണകൂടം തയ്യാറില്ല എന്നുള്ളതിന്റെ കൃത്യമായ തെളിവുകളാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും സഹപ്രവർത്തകരോട് നിങ്ങളുടെ ഒരു നേതാവിനെ പാലക്കാട്ട് ഒരു ചാനൽ ചർച്ചക്കിടെ നെഞ്ചത്ത് പിടിച്ച് തള്ളി കവിളത്ത് തല്ലാൻ നോക്കിയ ഒരു BJP നേതാവ്, ആ ദൃശ്യം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടു. ഒരു സ്തൂപം നിങ്ങൾ BJPയുടെ തകർക്കുന്നില്ല. ഒരു BJP നേതാവിന്റെ വീട്ടിലേക്ക് നിങ്ങൾക്ക് ബോംബെറിയണ്ട. ഒരാൾക്കും നിങ്ങൾ അഡ്വാൻസ് ആദരാഞ്ജലികൾ നേരണ്ട. കാരണം എന്താ? BJPയെ നോവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് നിങ്ങളോട് എന്തു ആവാം. ഇവിടെ ഒരു ജനാധിപത്യ സമരം നടത്തിയ 2 ചെറുപ്പക്കാർ ഒരു കരിങ്കൊടി പ്രകടനം നടത്തിയതിന് വീട്ടിലേക്ക് ബോംബാണ്. ഇവിടുത്തെ പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇവിടുത്തെ ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ ചാറ്റിൽ ഇവന്റെ വീട് എവിടെയാണ് എന്ന് സ്ഥിരീകരിച്ചു കൊടുക്കുന്ന ചാറ്റിന്റെ ദൃശ്യങ്ങൾ. ഇത് ശരിയാണെങ്കിൽ ആ ഗ്രൂപ്പിൽ എന്താണെങ്കിലും കോൺഗ്രസ്സുകാരുണ്ടാവില്ലല്ലോ. അവര് തന്നെ പുറത്തുവിട്ടതാവുമല്ലോ ഇതിനോട് യോജിപ്പില്ലാത്ത ആളുകൾ. ശരിയാണോ അല്ലേന്ന് പോലീസ് പരിശോധിക്കട്ടെ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ജനങ്ങളോട് ഞങ്ങളുടെ അഭ്യർത്ഥന, ഈ കെടുതിയെ ഇനി തുടരാൻ അനുവദിച്ചുകൂടാ. ഭരണമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ഭരണത്തിന്റെ മാത്രം ആരാധകരായിട്ട് ഒരു സംഘം മാറിയപ്പോൾ അതിനെതിരായി വരുന്ന കാര്യങ്ങളോടുള്ള അസഹിഷ്ണുതയും അസ്വസ്ഥതയും എല്ലാ അതിരുകളും ലംഘിക്കുകയാണ്. ഒരു മന്ത്രി തന്നെ നേരിട്ട് കള്ളപ്രചരണത്തിന് നേതൃത്വം നൽകുക, മുഖ്യമന്ത്രി ആ തിരക്കഥയിൽ വേഷം അഭിനയിക്കുക, പാർട്ടി സെക്രട്ടറി ആ തിരക്കഥയിലെ കലാപാഹ്വാനത്തിന് നേതൃത്വം നൽകുക. കേരളത്തിലെ ഏതെങ്കിലും മൂക്ക് താഴ്ത്തോട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ കേരളത്തിൽ അവിടെ ഒരു അക്രമം നടന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവോ? സമരക്കാർ മന്ത്രി എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവോ? ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോടും പാർട്ടികളുടെ വാദങ്ങൾക്ക് അപ്പുറത്തേക്ക് യാഥാർത്ഥ്യങ്ങൾ നിങ്ങളും കണ്ണു തുറന്ന് കണ്ടതാണ്. ചില ചാനലുകളെല്ലാം ഞങ്ങൾ കണ്ടു. ആ യാഥാർത്ഥ്യങ്ങൾ ചർച്ച ചെയ്യാൻ ആർജവം കാണിച്ച ചില ചാനലുകൾ. കേരളത്തിന് വേണ്ടി സത്യം സത്യമായി പറയാനും അത് ചർച്ച ചെയ്യാനും നിങ്ങളും തയ്യാറാവണം. ഇതിനെന്തെങ്കിലും ന്യായീകരണമുണ്ടോ? ആ ബോംബ് സ്ഫോടനത്തിന്റെ ശേഷി നിങ്ങൾ കണ്ടതാണ്. ആ കട്ടിൽ ജനലോട് ചേർത്ത് കടന്നുറങ്ങുന്ന ഒരു കുടുംബത്തിന് എന്ത് സംഭവിക്കുമായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കാം. ആദ്യത്തെ ബോംബ് ഞാൻ മനസ്സിലാക്കിയത് CCTV ഇങ്ങനെ നോക്കിയിട്ടാണ് എറിഞ്ഞിരിക്കുന്നത്. അത് എറിഞ്ഞിട്ട് അത് പൊട്ടാതായപ്പോഴാണ് CCTVക്ക് അപകടം ചെറുതായിട്ട് ഉന്നം തെറ്റി. എന്നിട്ട് അതിൻ്റെ മേലെ തട്ടിയിട്ട് ആ കോൺക്രീറ്റ് പാളികളും ഓടും ചില്ലും ഇപ്പുറത്തെ ചില്ലും ഒക്കെ തകർന്നത് നിങ്ങൾ കണ്ടതാണ്. ഈ കാടത്തം കേരളീയ പൊതുസമൂഹം ചോദ്യം ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിൽ ഇനി ഇതുവരെയുള്ള ബോംബ് കേസിനെ പോലെ തന്നെയാണ് പോലീസ് ഇതിനെയും ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഇത് തന്നെയാണ് പോലീസിന്റെ രീതിയെങ്കിൽ 2 കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. ഒന്ന്, സമരങ്ങളുടെ വേലിയേറ്റം ഉണ്ടാകും. അത് പറയാതിരിക്കാൻ കഴിയില്ല. ആരെയും ഭയപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല. 2, കേരളത്തിലെ ജനങ്ങൾ ഒരു തീരുമാനമെടുത്താൽ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വന്നാൽ ബോംബെറിയവന് കൂട്ടുനിൽക്കുന്നവൻ അതിൽ നടപടി ഉണ്ടായിട്ട്, ഞാൻ മണിയൂർ കേസിലെ പോലീസിനോട് അന്വേഷിച്ചപ്പോൾ സാറേ ഞങ്ങൾക്ക് കൃത്യമായ ലീഡ് കിട്ടിയിട്ടുണ്ടാവും, ഉടനെ അറസ്റ്റ് ഉണ്ടാവുമെന്ന് നേരിട്ട് എന്നോട് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അപ്പൊ അവർക്ക് ലീഡ് കിട്ടാഞ്ഞിട്ടല്ല, ആളെ അറിയാഞ്ഞിട്ടല്ല. എന്നിട്ടും അവരെ അറസ്റ്റ് ചെയ്ത് സംരക്ഷിക്കുന്ന കാക്കിയണിഞ്ഞവരെ സംരക്ഷിക്കാൻ നിയമപരമായ നടപടികളിൽ നിന്നും അക്കൗണ്ടബിലിറ്റിയിൽ നിന്നും, വേറെ കൊല്ലും തീർക്കും ബോംബർ എന്ന് പറയുന്ന പാർട്ടിയോ ലൈനോ അല്ല ഞങ്ങളുടെ, നിയമപരമായ നടപടികളിൽ നിന്നും ഇതിന്റെ എല്ലാം അക്കൗണ്ടബിലിറ്റിയിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കാൻ അപ്പം ആരും ഉണ്ടാവില്ല എന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ഞങ്ങൾ പ്രത്യേകം വീക്ഷിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്.